പല ഊടായ്പ കേസുകളും ഉണ്ടാക്കിയാലും അത് കവർ ചെയ്യാനും മൂടി വെക്കാനും ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിണറായി സർക്കാരിന് ചില പോരായ്മകളുണ്ട് ഇതിൽ. ഇപ്പോൾ അവരെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാരുണ്ട്, ഇതിലകത്ത് തന്നെ ഉണ്ട്. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയുള്ള ഭരണം ആരായിരിക്കും എന്നാണ് ചേട്ടൻ്റെ ഒരു ധാരണ? ഭരണം ഇപ്പോൾ LDF വരണം എന്ന് എൻ്റെ അഭിപ്രായം. അതെന്തേട്ടാ അങ്ങനെ പറയുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അഭിപ്രായങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ വിമർശനമാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം LDF ഭരിച്ച് അറിയാലോ. അപ്പോൾ തനിക്ക് മാറ്റം പറ്റുമെന്ന് തോന്നണല്ലേ? തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മല മറിക്കുമെന്നൊന്നും ഞാൻ പറയണില്ല, ചേഞ്ച് വേണം. എന്തുകൊണ്ടാണ് ഈ എല്ലാവരും LDFന് ഇത്രയേറെ വെറുക്കുന്നത്? LDFന് വെറുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ പിണറായി സർക്കാരിന് ചില പോരായ്മകളുണ്ട് ഇതിൽ. ഇപ്പോൾ അവരെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാരുണ്ട്, ഇതിലകത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെ ലീഡ് ചെയ്ത് വെച്ചേക്കും കുറച്ച് ആൾക്കാരൊക്കെ. അതായത് പിണറായി സർക്കാരിൻ്റെ ആൾക്കാർ ഇങ്ങനെ കുറച്ച് വരുന്ന അത് ചെയ്യണം ഇത് ചെയ്യണം. അതായത് പല ഊടായ്പ കേസുകളും ഉണ്ടാക്കിയാലും അത് കവർ ചെയ്യാനും മൂടി വെക്കാനും ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, മനസ്സിലായോ? പക്ഷേ അത് പുറത്ത് വിടില്ല. അത് പുറത്ത് വിട്ടാൽ തന്നെ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കളയുള്ളൂ, എടുക്കത്തില്ല. താങ്കൾ കണ്ടോ, ഒരു ന്യൂസ് വന്നാൽ തന്നെ ആലോചിച്ച് നോക്കി, അത് പെട്ടെന്ന് വേറെ അത് മറിക്കാനായിട്ട് വേറെ ന്യൂസ് കൊണ്ടുവരും. അതൊക്കെ ഇവരുടെ കുറച്ച് ചാനലുണ്ട്, ഇവരെ ഒരു ഒരു തന്നെ പറയാം, ഒരു ടച്ചപ്പായിട്ട് കുറച്ച് ചാനലുണ്ട് ഇവരെ. ആ ചാനലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പറയണ അനുസരിച്ച് ചെയ്യുള്ളൂ, ന്യൂസ് മാറ്റി കൊടുക്കും, ഇതൊക്കെ ചെയ്യും. അത് ഞാൻ കാണാറുണ്ട്, ഞാൻ വീട്ടിൽ TV ന്യൂസ് കാണാറുണ്ട്. വരുന്നൊരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഗുണ്ടാതലത്തിലേക്ക് പോകുന്നുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ഗുണ്ടാതലം അല്ല, ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു പിണറായി സർക്കാരിൻ്റെ ഒരു അധികാരം വന്നു കഴിഞ്ഞാൽ ഗുണ്ടാസംഘം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞ്, പേടിയാന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് ജനങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞു. ഒരു പുള്ളി പറഞ്ഞ ആ ചേട്ടൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു സ്ഥലത്ത് പേരും കയറില്ല. പുള്ളി ഒരു വീഡിയോ പറഞ്ഞതാണ്, പുള്ളിക്ക് പേടിയാന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി മറ്റേ ചോദിക്കുന്ന ആൾ ചോദിച്ചാൽ എന്താ പേടി എന്നാന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറയുകയാണ്, അല്ല എനിക്ക് പറയാൻ പേടിയാ, അതായത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ വിട്ട് തല്ലിക്കുവോ അങ്ങനെയൊക്കെ പേടിയാന്ന് പറഞ്ഞത്. പക്ഷെ ഞാനത് യോജിക്കുന്നില്ല. അത്രയും പരിപാടിക്കൊന്നും പുള്ളി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ചും പറഞ്ഞില്ല, ഇവരുടെ കുറച്ച് കേസുകളുണ്ട്, അതൊക്കെ ഒതുക്കി തീർക്കാൻ ഇവർക്ക് തന്നെ പറ്റുള്ളൂ. പക്ഷെ ആരെങ്കിലും അത് പൊക്കിപ്പിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വയ്ക്കുകയുള്ളൂ. അതായത് പുറത്തറിയില്ലെന്ന്, അതാണ് സംഭവം. താങ്ക് യു. ഓക്കെ, ശരി.